വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് പിച്ച് ഐക്യു. നമ്മുടെ ഇവിടെ തോമസും വിഷ്ണുവും ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ലോക ഫുട്ബോളിൽ നടന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് കൂടിയിരിക്കുന്നത് ഇവിടെ. ആദ്യം തന്നെ നമുക്ക് ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. റയാൻ വില്യംസ്, അതെ, റയാൻ വില്യംസ് ഡെബ്യൂ ചെയ്ത ആദ്യ മാച്ച് ആയിരുന്നു, ഇന്ത്യക്ക് വേണ്ടി ആദ്യത്തെ മാച്ച് കളിച്ച ഏഷ്യൻ കപ്പ് ക്വാളിഫയർ ആയിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച്. ആ മാച്ചിൽ 4-ാമത്തെ മിനിറ്റിൽ തന്നെ അദ്ദേഹം ഗോൾ അടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഡെബ്യൂ ഒരു മറക്കാനാകാത്ത നിമിഷമാക്കി മാറ്റി. നമുക്കറിയാം, അദ്ദേഹം കുറെ കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയിട്ടാണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കൈവരിച്ചത്. അവസാനം ആദ്യ മത്സരത്തിൽ തന്നെ അദ്ദേഹം ഗോൾ സ്കോർ ചെയ്തുകൊണ്ട് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചു. ഇതൊരു നല്ല തുടക്കത്തിന് സാക്ഷ്യം വഹിക്കുന്ന രീതിയിൽ ഒരു മറക്കാനാകാത്ത മൊമെന്റായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ. വരും കാലങ്ങളിൽ ഒരുപക്ഷെ നമുക്കറിയാം, ഫ്യൂച്ചറിൽ നമ്മുടെ കുട്ടികൾ ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോൾ ഈ നിമിഷം ഓർക്കാൻ സാധ്യതയുണ്ട്. മറ്റു പല ഇന്റർനാഷണൽ പ്ലേയേഴ്സും ഒരുപക്ഷെ ഇന്ത്യക്ക് വേണ്ടി ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യത വരെ ഇതിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിഷ്ണുവിന് എന്താണ് ഈ ഒരു ഇന്നലത്തെ കഴിഞ്ഞ ദിവസം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ആ മാച്ചിനെ കുറിച്ച് പറയാനുള്ളത്? നമുക്ക് ലാസ്റ്റ് ആണ് ഗ്രൂപ്പിൽ ഫിനിഷ് ചെയ്തത്, എന്നിരുന്നാൽ പോലും വിഷ്ണുവിന് എന്താണ് പറയാനുള്ളത്? ആഹ് വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആയിരുന്നു നമുക്ക് ഏഷ്യൻ കപ്പ് ക്വാളിഫയേഴ്സ്. സുധീഷ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഗ്രൂപ്പിൽ നാലാമതാണ് ഫിനിഷ് ചെയ്തത്. നാലാം എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ആണ് ഫിനിഷ് ചെയ്തത്. പക്ഷേ ആ ഫൈനൽ മാച്ച് അതിൽ നമുക്കൊരു ഒരു വി ഹാഡ് ദി ഓപ്പർച്യൂണിറ്റി ടു എൻഡ് ദ ക്യാമ്പയിൻ ഓൺ എ ഹൈ ആൻഡ് വി ഡിഡ്, അല്ലേ? ആൻഡ് ഇറ്റ്സ് നോട്ട് ഡിസപ്പോയിന്റിംഗ് വൺ ഇൻ എ സെൻസ് ദാറ്റ് നൗ വി ക്യാൻ ബിൽഡ് ഫോർ ദ 2030 വേൾഡ് കപ്പ്. അപ്പം ആ ഒരു യെസ്. രീതിയിൽ നമ്മളൊരു ഹൈ നോട്ടിലാണ് നമ്മൾ എൻഡ് ചെയ്തത്. നമ്മൾ കാത്തിരുന്ന നിമിഷം റയാൻ വില്യംസിന്റെ ഇന്ത്യൻ കോമ്പറ്റീറ്റീവ് ഡെബ്യൂ. അപ്പം 4-ാമത്തെ മിനിറ്റിൽ തന്നെ ഗോൾ, അതും കൊച്ചിയിൽ വെച്ചുള്ള ഒരു മാച്ച്. അത് മലയാളികൾക്കും കൂടി എന്നും ഓർത്തിരിക്കാൻ പറ്റിയ ഒരു 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 മൊമെന്റ് ആയിട്ട് മാറി. ആ ഗോള് നമ്മളെല്ലാരും കണ്ടതാണ്. ഒരു പ്രോപ്പർ യൂറോപ്യൻ ഗോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പോച്ചേഴ്സ് ഗോൾ ആൻഡ് ദി എൻറ്റയർ ബിൽഡപ്പ് വാസ് ഓൾസോ വെരി വെരി നമ്മൾ യൂറോപ്യൻ ലീഗിൽ പല ലീഗുകളിലും നമ്മൾ ലാലിഗയിലും ഫ്രഞ്ച് ലീഗിലും ഒക്കെ കാണുന്ന പോലെ തന്നെയുള്ള ഒരു പ്രോപ്പർ ടീം ഗോൾ, നൈസ് ബിൽഡപ്പ് ആൻഡ് നൈസ് ഫിനിഷ്. അപ്പോൾ ഇത് നമുക്ക് ഹോപ്പ്ഫുള്ളി നമുക്കറിയാം, നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ബംഗ്ലാദേശിനോട് തോറ്റത്. ബംഗ്ലാദേശിനെ കുറച്ച് കാണുന്ന രീതിയിലല്ല ഞാനത് പറഞ്ഞത്. അത് എവരി വൺ എക്സ്പെക്ടഡ് അസ് ടു വിൻ ദാറ്റ് ഗെയിം ആൻഡ് വി ലോസ്റ്റ് ഇറ്റ്. അപ്പോൾ നമുക്ക് അവിടുന്ന് നമ്മളിപ്പോ an opportunity to build. We have a platform. We have a great striker. അപ്പോൾ ലെറ്റ്സ് സി, നമുക്ക് ഇതൊരു പോസിറ്റീവ് നോട്ടാവും. നമുക്ക് 2030 വേൾഡ് കപ്പിൽ നമുക്ക് ക്വാളിഫയിങ് ക്യാമ്പയിനിൽ നല്ല പെർഫോമൻസസും നല്ല റിസൾട്ട്സും വിജയങ്ങളും ഒക്കെ കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഹോപ്പ്ഫുള്ളി ഇറ്റ്സ് എ സ്റ്റാർട്ട് ഓഫ് സംതിങ്, അല്ലെ? എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ തൊട്ട് മറ്റ് പല ഇന്റർനാഷണൽ പെഡിഗ്രി ഉള്ള പ്ലേയേഴ്സും ഒരുപക്ഷെ ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ ആഗ്രഹിക്കട്ടെ ഒന്നുകൂടെ ഇന്ത്യ. കാരണം നമുക്കറിയാം, ഇന്ത്യയിൽ തന്നെ കുറെ നല്ല പ്ലേയേഴ്സ് ഉണ്ട് ISL. എന്നിരുന്നാൽ പോലും റയാൻ വില്യംസിന്റെ കൂട്ട് ഇന്റർനാഷണൽ നമുക്കറിയാം, പുള്ളി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഫുൾഹമിന് വേണ്ടി കളിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ കൂട്ടുള്ള പ്ലേയേഴ്സിന്റെ കൂടെ ട്രെയിൻ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു ഒരു ഭാഗ്യമാണ്. അപ്പൊ അതെനിക്ക് തോന്നുന്നു ഈവൻ ഇന്ത്യൻ പ്ലേയേഴ്സിനും ഗുണം ചെയ്യും. അപ്പം മേ ബി ഇറ്റ്സ് എ സ്റ്റാർട്ട് ഓഫ് സംതിങ് ആൻഡ് മേ മോർ പ്ലേയേഴ്സ്, ഇങ്ങനെ ഇന്ത്യൻ കണക്ഷനുള്ള മറ്റ് പല പ്ലേയേഴ്സും, മൈക്കൽ ചോപ്ര കൂട്ടുള്ള പല പ്ലേയേഴ്സിനും ഒരുപക്ഷെ ഫ്യൂച്ചറിൽ ഒരു പങ്കെടുക്കാനുള്ള ഒരു തുടക്കമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇനി നമുക്ക് യൂറോപ്യൻ, അതായത് വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷനിലോട്ട് കിടക്കാം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഫൈനൽ സ്റ്റേജും അതിനു മുമ്പത്തെ സ്റ്റേജും ഒക്കെ നടന്നിരുന്നു. വിഷ്ണു, എന്താണ് ഒരു ഒരു ഷോക്ക് ഉണ്ടായിരുന്നു, ഒരു ഷോക്ക് റിസൾട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നല്ലേ? തീർച്ചയായിട്ടും. ബോസ്നിയ ഇറ്റലിയെ തോൽപ്പിച്ച്, പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ ഇറ്റലിയെ തോൽപ്പിച്ച് ബോസ്നിയ വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. ഇറ്റലി അടുപ്പിച്ച് 3-ാമത്തെ തവണ, അല്ലെ? തേർഡ് അതെ. കോൺസെക്യൂട്ടീവ് വേൾഡ് കപ്പിന്റെ റോ അവർ മിസ് ഔട്ട് ചെയ്യുകയാണ്. ഇറ്റലി നമുക്കറിയാം ഒരു യൂറോപ്യൻ പവർ ഹൗസ്. അപ്പൊ അവര് അടുപ്പിച്ച് 3 വേൾഡ് കപ്പ്, 2018 റഷ്യയിൽ വെച്ച് നടന്നത്, 2022 ഖത്തർ, പിന്നെ ഈ അമേരിക്ക വേൾഡ് കപ്പ് 2026. അപ്പൊ അത് 3 മിസ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും രസകരമായ സംഭവം എന്താ വെച്ചാൽ ഇതിന്റെ ഇടയിൽ ഒരു യൂറോ അവരടിച്ചു. അതെ. ഈ 2 വേൾഡ് കപ്പ് മിസ് ചെയ്തതിന്റെ ഇടയിൽ 2020 യൂറോ 2021 ആക്ച്വലി നടന്നത്, അതെ. ബിക്കോസ് ഓഫ് കോവിഡ്. അപ്പൊ അത് അവരടിച്ചു. പക്ഷെ എന്നിട്ടും അവർക്ക് അതിൽ ബിൽഡ് ഓൺ ഇറ്റ് ആൻഡ് ദേ എൻഡഡ് അപ്പ് മിസ്സിംഗ് 3 വേൾഡ് കപ്സ് ഇൻ എ റോ. അപ്പോ സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു ഇപ്പം ജിജി ഡൊണാരുമ, നമ്മള് ഒരു ജനറേഷണൽ ഗോൾ കീപ്പർ എന്നൊക്കെ പറയുന്ന ഒരാള്, അദ്ദേഹം ഇതുവരെ വേൾഡ് കപ്പ് കളിച്ചിട്ടില്ല. അയാള് 17-ാമത്തെ വയസ്സിൽ ഇറ്റലിക്ക് വേണ്ടി ഡെബ്യൂ ചെയ്ത ഒരാളാണ്. ഇപ്പം 27 വയസ്സിൽ സ്റ്റിൽ ഹാസൻ പ്ലേഡ് എ വേൾഡ് കപ്പ് മാച്ച്. ക്വാളിഫയേഴ്സ് കളിച്ചിട്ടുണ്ട് ഒബ്വിയസ്ലി, ബട്ട് അതർ ദാൻ ദാറ്റ് വേൾഡ് കപ്പ് ഫൈനൽസ് കളിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് പേര്, എനിക്ക് തോന്നുന്നു ബഞ്ച് ഓഫ് പ്ലേയേഴ്സ്, അല്ലെ? സാൻഡ്രോ ടൊണാലി. ടൊണാലി, ആ, ടൊണാലി, യെസ്. ബരല്ല, അപ്പോ കലഫിയോരി, അങ്ങനെ കുറെ ലാസ്റ്റ് ത്രീ പ്ലേയേഴ്സ് വേൾഡ് ഉണ്ട്. കപ്സ് അവര്
ലാസ്റ്റ് 3 വേൾഡ്സ് എന്ന് അതെ, പറയുമ്പോൾ അതെ. ഒരു ഓൾമോസ്റ്റ് ഒരു ജനറേഷൻ ഓഫ് പ്ലേയേഴ്സ് ഒരു തന്നെയാണ് ജനറേഷൻ സ്കൗട്ട് കറക്റ്റ്. ഒരു ജനറേഷൻ ഓഫ് പ്ലേയേഴ്സ്, വെരി ടാലന്റഡ് പ്ലേയേഴ്സ്, ലോക്കാറ്റല്ലി അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. അവർ മിസ് ചെയ്യും. ആൻഡ് അവര് ബോസ്നിയ ആണ് അവരുടെ ഒപ്പോണൻസ് അറിഞ്ഞപ്പോൾ എ അതെ. റിയാക്ഷൻ. എനിക്ക് തോന്നുന്നു വിക്കാരിയോടെ ഒരു സെലിബ്രേഷൻ ഒക്കെ ഉണ്ട് യെസ് യെസ് ബോസ്നിയ ആണ് ഒപ്പോണന്റ് അറിഞ്ഞിട്ട്. അവിടുന്ന് എൻഡ് അപ്പ് ലൂസിങ് ഇറ്റ്. എനിക്ക് തോന്നുന്നു ബസ്റ്റോണിയുടെ ഒരു റെഡ് കാർഡ് യെസ്. വിച്ച് ഹാപ്പൻ ഇൻ ദ ഫസ്റ്റ് ഹാഫ്, അതാണ് നിർണായകമായത്. ആൻഡ് എൻഡ് അപ്പ് ലൂസിങ് ദാറ്റ് മാച്ച് അപ്പ്. ഇറ്റ്സ് വെരി അൺഫോർച്ചുനേറ്റ്. ഇറ്റലി ഉണ്ടായിരുന്നെങ്കിൽ വേൾഡ് കപ്പ് വുഡ് ഹാവ് ബീൻ മോർ ഫൺ അല്ലേ. യെസ്. ദേ ആർ എ ടൂർണമെന്റ് ടീം. ആ 2021 യെസ്. യൂറോ അടിച്ച പോലെ തന്നെ 2020 യൂറോ അടിച്ച പോലെ തന്നെ മേ ബി they are a momentum team. They can go far if they are in a tournament. അപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ ഒരു അൺഫോർച്ചുനേറ്റ് കാര്യം എന്ന് പറയുന്നത് ഇത്രയും നാളും കഴിഞ്ഞ വേൾഡ് കപ്പ് വരെ ഒരുപക്ഷെ ഇറ്റലി ക്വാളിഫൈ ചെയ്യാതിരുന്നതൊരു നല്ല സ്ട്രൈക്കർ അല്ലെങ്കിൽ നല്ലൊരു ഫോർവേഡ് അവർക്ക് ഇല്ലായിരുന്നു എന്നുള്ള ഒരു കുറവ് കൊണ്ടായിരിക്കാം. പക്ഷെ അവർക്കിപ്പോൾ മോയിസ് കീൻ ഉണ്ട്. മോയിസ് കീൻ അത്യാവശ്യം നല്ലോണം കളിക്കുന്നുണ്ട്. കഴിഞ്ഞ 6 കളികളിലും ഗോൾ അടിച്ചതാണ്. അപ്പം എന്നിരുന്നിട്ട് ഇന്നലെയും കഴിഞ്ഞ മുമ്പത്തെ സ്റ്റേജിലും ഗോൾ അടിച്ച സ്കോർ പ്ലെയർ ആണ് ചെയ്തിരുന്നു. മോയിസ് കീൻ. അതെ അതെ. എന്നിട്ടും അവർക്ക് അടുത്ത സ്റ്റേജിലോട്ട് കടക്കാൻ പറ്റില്ല. എനിക്കൊന്നു ഇതിനകത്ത് പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് ഹാഫിൽ മോയിസ് കീൻ ഗോൾ അടിച്ചു. അത് കഴിഞ്ഞിട്ടാണ് റെഡ് കാർഡ് കിട്ടിയത് ബസ്റ്റോണിക്ക്. അത് കഴിഞ്ഞ് അതെ, സെക്കൻഡ് ഹാഫിൽ 10 പേര് വെച്ച് അത്യാവശ്യം 1-2 ചാൻസസ് ഒക്കെ ഇവർ ക്രിയേറ്റ് ചെയ്തിരുന്നു. എനിക്ക് ക്രിയേറ്റ് തോന്നുന്നു ചെയ്തിരുന്നു. അതെ, പുള്ളിയും വേറൊരു പ്ലെയറും രണ്ടുപേരും ആ ചാൻസസ് മിസ് ചെയ്യുകയായിരുന്നു. അതെ, അതെ. ആ, കറക്റ്റ് ആണ്. ഇതിനകത്തൊരു ഒരു പോയിന്റ് ആഡ് ചെയ്യാനുള്ളത് അവരുടെ കോച്ചിങ് സ്റ്റാഫ് എന്ന് വെച്ചാൽ വളരെ ലെജൻഡറി ആയിട്ടുള്ള കോച്ചിങ് ഇതിന് തൊട്ട് മുമ്പുള്ള ഒരു ഗോൾഡൻ ജനറേഷനുള്ള ആൾക്കാരാണ്. ഈവൻ അതെ അതെ. ബുഫോൺ ഇസ് പാർട്ട് ഓഫ് ദ കോച്ചിങ് ടീം അലോങ് വിത്ത് യെസ് ഗട്ടൂസോ. പക്ഷെ യെസ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഫണ്ടമെന്റലി അവരുടെ യുനോ നമുക്ക് ഓർമ്മയുണ്ടാവും സീരിയ എന്ന് വെച്ചാൽ ഇറ്റ് വാസ് ദ ടോപ്പ് ലീഗ്. ഇപ്പം പണ്ട് മറഡോണ, R9 ഒക്കെ കളിച്ചുകൊണ്ടിരുന്ന ലീഗാണ്. അപ്പം ഇസ് സംതിങ് ഫണ്ടമെന്റലി റോങ് വിത്ത് ദ ലീഗ്? അവര് കൂടുതലും യങ് ടാലന്റിനെ പ്രൊമോട്ട് ചെയ്യാതെ കുറച്ചുകൂടെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ഹിസ് കരിയറിലാണ് അവിടെ യുവന്റസിലൊക്കെ വന്ന് പെടുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഫണ്ടമെന്റൽ ഗ്രാസ് റൂട്ട് ലെവലിൽ യൂത്തിന്റെ ഒരു ഡെവലപ്മെന്റ് അവിടെ കുറവാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വാട്ട്സ് യുവർ വ്യൂസ് ഓൺ ഇറ്റ്? ഇസ് തീർച്ചയായിട്ടും ഇറ്റ് എനിക്ക് സംതിങ് ടു തോന്നുന്നു ഡു വിത്ത് സീരിയ? തീർച്ചയായിട്ടും സിറിയയിൽ ഇറ്റ് ഇസന്റ് ആസ് ലൈക് ഡേഞ്ചറസ് ആസ് ഇറ്റ് യൂസ് ടു ബി അല്ലെ. നമുക്ക് ഒരു സമയത്ത് നമുക്ക് AC മിലാനെയൊക്കെ നമ്മളുടെ ടീമുകൾക്കൊക്കെ കിട്ടുമ്പോൾ നമുക്ക് പേടിയാണ്. AC മിലാൻ, യുവന്റസ് ഒക്കെ ഡ്രോ ചെയ്യുമ്പോൾ. ഇപ്പം അങ്ങനെ ഒരു ഫിയർ ഫാക്ടർ ഇല്ല. ആൻഡ് ലൈക്ക് തോമസ് സെഡ്, ഇറ്റ് ഈസ് നോൺ ആസ് എ റിട്ടയർമെന്റ് ലീഗ് അല്ലെ. ഒരുപാട് പ്രീമിയർ ലീഗ് പ്ലേയേഴ്സ് വെൻ യു തിങ്ക് ദാറ്റ് ദേ ആർ ഡൺ, ദേ മൈറ്റ് ഗോ ടു സൗദി സീരിയ. ഓർ US or something. They end up going to Syria instead. എനിക്ക് തോന്നുന്നു മക്കിത്രയൻ അങ്ങനെ കുറെ പ്ലേയേഴ്സ് ഇപ്പോഴും they all like been playing there for 6 years even after. അതെ. ഇപ്പൊ ഈ ഗബ്രിയൽ ജീസസ് പോലുള്ള പ്ലേയേഴ്സിന്റെ ആണെങ്കിലും ഇപ്പൊ പറയുന്നുണ്ട് നെക്സ്റ്റ് ഇനി ഇറ്റലി ആയിരിക്കും കുറച്ചുകൂടി സ്യൂട്ടബിൾ ബിക്കോസ് നോട്ട് ആസ് ഫിസിക്കൽ ആസ് പ്രീമിയർ ലീഗ്. യങ് പ്ലേയേഴ്സ് എനിക്കൊന്ന് ഇറ്റാലിയൻ പ്ലേയേഴ്സ് പോകുന്നുണ്ട് സിറിയയിൽ. പക്ഷെ ബാക്കിയുള്ള പ്ലേയേഴ്സ് ഐ തിങ്ക് ജനറലി പ്രിഫർ സംതിങ് ലൈക്ക് പ്രീമിയർ ലീഗ് ഓർ സ്പെയിൻ ഓർ ഈവൻ ഫ്രാൻസ്. അതെ അതെ അതെ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവാം. ആൻഡ് നൗ ഈവൻ ഇറ്റാലിയൻ പ്ലേയേഴ്സ് ഹവ് സ്റ്റാർട്ടഡ് മൂവിങ് ഔട്ട് അല്ലെ. നമുക്കറിയാം ഡൊണാറുമ, കലഫ്യൂരി ഇവരൊക്കെ പ്രീമിയർ ലീഗിൽ വന്ന പ്ലേയേഴ്സ് ആണ്. അപ്പോ അങ്ങനെ ഒരു ഇഷ്യൂ ചിലപ്പോൾ സിറിയയിൽ ചിലപ്പോൾ ആ ക്വാളിറ്റി ഈസ് സ്റ്റിൽ നോട്ട് ദെയർ. മേ ബി ദാറ്റ് ഇഷ്യൂസ് ദെയർ. ഫിയർ ഫാക്ടർ ഇസ് നോ ലോങ്ങർ ദെയർ. പിന്നെ എനിക്ക് തോന്നുന്നത് ഇവരുടെ വളരെ ഡിഫെൻസീവ് ഒരു സിസ്റ്റം ബേസ്ഡ് അപ്രോച്ച് ആയിരുന്നല്ലോ ഫോർ ഇയേഴ്സ്, വിച്ച് ദേ വെർ വെരി സക്സസ്ഫുൾ. പൊസിഷൻ ബേസ്ഡ് ആയിട്ടുള്ള, ഐ മീൻ ഡിഫെൻസീവ് ഓറിയന്റഡ്. പക്ഷെ ഇപ്പം നമ്മുടെ ഒരു പുതിയ സ്റ്റൈൽ ഓഫ് കോച്ചിങ് ഒക്കെ വരുന്നതെന്ന് വെച്ചാൽ ഇറ്റ്സ് മോർ ഓഫ് പ്രസിംഗ് ആൻഡ് ബാക്ക് ത്രീ ഒക്കെ കളിക്കുന്ന ഒരു ഗെയിം പ്ലാൻ ആണ്. സോ ഇപ്പൊ അവര് കുറച്ച് കൺഫ്യൂസ്ഡ് ആണോ വിത്ത് ദെയർ ഹിസ്റ്റോറിക് ലെഗസി സ്റ്റൈൽ ഓഫ് പ്ലേയിങ് ആൻഡ് ദ ന്യൂ ഇപ്പം നമ്മുടെ അർട്ടറ്റയൊക്കെ കൊണ്ടുവരുന്ന ഒരു സ്റ്റൈൽ ഓഫ് ഗെയിമുമായിട്ട്? ആർ ദേ ഗെറ്റിംഗ് എ ബിറ്റ് കൺഫ്യൂസ്ഡ്? എനിക്ക് തോന്നുന്ന അതാണ്. അങ്ങനെ എനിക്ക് പറയാം. ആ ഒരു പോയിന്റ് തോന്നുന്നുണ്ട്. കാരണം എനിക്ക് വിഷ്ണു പറഞ്ഞതിൽ ചെറിയൊരു എതിരഭിപ്രായമുണ്ട്. ഇറ്റാലിയൻ സീരിയെ വീക്കായി എന്ന് പറയുമ്പോൾ പോലും റീസെന്റ് അണ്ടർ 17 കോമ്പറ്റീഷൻസ് ഒക്കെ അവർ ജയിച്ചതാണ്. ഈ 2017 ഒക്കെ നടന്ന അണ്ടർ 17 യൂറോയും ഒക്കെ അവർ ജയിച്ചിട്ടുള്ളതാണ്. അവർക്ക് സെറ്റ് ഓഫ് ഗുഡ് പ്ലെയേഴ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു പോയിന്റ് വളരെ വാലിഡ് ആണ്. അത് ഈ പറഞ്ഞ തൊട്ട് ഇവരുടെ ഒരു ഇവോൾവിംഗ് ടാക്ടിക്സ്, ഇവരെ നമുക്കറിയാം 2006 വേൾഡ് കപ്പ് ജയിക്കുമ്പോൾ അവരൊരു സ്ട്രോങ് ഡിഫൻസ്, ദേ ആർ റിനോൺ ഫോർ എ സ്ട്രോങ് സെറ്റ് ഓഫ് ഡിഫൻഡേഴ്സ്. സോ അവർ അതിൽ ബേസ് ചെയ്തായിരുന്നു അവരുടെ ടീം ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു പോകെ പോകെ കോച്ചസ് മാറി കുറച്ചുകൂടെ പൊസഷൻ ബേസ് സ്റ്റൈലിലോട്ട് മാറിയവർ. നമുക്കറിയാം 2010-ലാണോ 2014-ലാണോ ആ സമയത്തൊക്കെ പൊസഷൻ ബേസ്ഡ് ഫുട്ബോൾ ആയിരുന്നു ഇവർ കളിച്ചുകൊണ്ടിരുന്നത്.
അപ്പോൾ എന്നെ ഇറ്റലി. സംബന്ധിച്ചിൽ ഓക്കെ. ഗ്രാജുവലി അവരുടെ ഡിഫൻസ് സെന്റർ ബാക്കുകളൊക്കെ കുറച്ചുകൂടി ഈ പറഞ്ഞ കൂട്ട് ബോൾ ടെക്നിക്കലി പ്ലേയിങ് ആയിട്ട്. ബ്രില്യൻ്റ് ആയിട്ടുള്ള കളിക്കാരായി മാറി റാദർ ദാൻ സ്ട്രോങ് ആൻഡ് ഫിസിക്കൽ. എനിക്ക് തോന്നുന്നു ആ ഒരു ട്രാൻസിഷൻ എനിക്ക് തോന്നുന്നു അവരെ നല്ലോണം ബാധിച്ചിട്ടുണ്ട്. കാരണം ഇവർ ആ ട്രാൻസിഷനിലോട്ട് വന്നെങ്കിലും ദർ ആർ അതർ ടീംസ് ഹു ആർ മോർ ടെക്നിക്കലി ബ്രില്യൻ ദാൻ ദം ആൻഡ് ദർ ആർ ടീംസ് ഹു ആർ ഫിസിക്കൽ. നല്ല ഫിസിക്കലാണ്. ഇന്നലത്തെ ബോസ്നിയയുടെ കൂട്ടുള്ള ടീമുകൾ അത്യാവശ്യം നല്ലോണം ടെക്നിക്കലി കളിക്കുന്ന ടീമുകൾക്കാരെ പെർഫോം ചെയ്യും. എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് മോർ ദാൻ സീരിയ. നമുക്കറിയാം ഇന്റർ മിലാനൊക്കെ ഫൈനൽ കളിച്ചാണ് ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിലേക്ക് എത്തിയതാണ്. ദർ ആർ സം ഗുഡ് പ്ലേയേഴ്സ്. ഐ തിങ്ക് ഇറ്റ്സ് അബൌട്ട് ദി ഇവോൾവിംഗ് ഫുട്ബോൾ ടാക്ടിക്സ്. അതിന്റെ ഇതിലോട് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. വിഷ്ണുവിന് എന്താണ് പറയുന്നത്? എനിക്ക് തോന്നുന്നു ഇറ്റ്സ് എ മിക്സ് ഓഫ് ബോത്ത് അല്ലേ. നമ്മള് ഈ യൂറോപ്യൻ കോമ്പറ്റീഷൻ നമ്മൾ പറയുമ്പോഴും ചാമ്പ്യൻസ് ലീഗ് പോലുള്ള ടൂർണമെന്റ് പറയുമ്പോഴും കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അവർക്ക് എടുത്തു പറയാൻ പറ്റിയത് ഈ ഇന്റർ മിലാന്റെ ഫൈനൽ എത്തുന്ന ഒരു കഴിഞ്ഞൊരു കുറെ വർഷങ്ങളായിട്ട് പറയും. അപ്പൊ ഈവൻ ഇൻ ദാറ്റ് ഫൈനൽ ദേ ഡിഡ്ന്റ് ഷോ അപ്പ്. ഇറ്റ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിസപ്പോയിന്റിംഗ് ഫൈനൽസ് വി ഹാഡ് സീൻ ഇൻ എ ലോങ് ടൈം അല്ലേ. ഫൈനൽ ഇന്ത്യ വില നോവേർ ഇൻ ദ ലൈക്ക് പി എസ് ജിക്ക് ഒരു കോമ്പറ്റീഷൻ പോലും കൊടുക്കാൻ അവർക്ക് പറ്റിയില്ല. അപ്പം ഇറ്റ് വാസ് ജസ്റ്റ് വൺ ഓഫ് പെർഫോമൻസ് ഇന്റർ മിലാൻ റീച്ചിങ് ദ ഫൈനൽ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ ആ പോയിന്റ് ഇറ്റ്സ് വെരി വാലിഡ് അല്ലേ. നമ്മളെ ഡിഫൻസിന് ഉള്ള ഒരു മുൻതൂക്കം അത് ചിലപ്പോ പേഴ്സണലിലും എനിക്ക് തോന്നുന്നു ആ ക്വാളിറ്റി ചിലപ്പോ കുറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു ലെവലിലായിരിക്കും അതെ അല്ലെ. ആ ഒരു ലെവലിലായിരിക്കും ഉള്ളൊരു ജനറേഷനലി Because I'm sure ബസ്തോണി ചെയ്തിട്ടുള്ളൊരു യെസ് ബസ്തോണി ഇന്നലെ ആ റെഡ് കാർഡ് കിട്ടാൻ അയാൾ ചെയ്ത ടാക്കിൾ ആക്ച്വലി ഇറ്റ് വാസ് എ റെക്ലെസ് ടാക്കിൾ. ഒരു പ്ലെയർ ഒന്നും പെടാത്ത ഒരു സ്ഥലത്തോട്ടായിരുന്നു അവരുടെ ആ പ്ലെയർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത് ബോസ്നിയയുടെ. ഒരു പക്ഷേ ഈ പറഞ്ഞോട്ട് കനവാറോയോ അല്ലെങ്കിൽ ഈ പറഞ്ഞോട്ട് മാൽദീനിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വല്ലവരും ആയിരുന്നെങ്കിൽ പ്ലെയേഴ്സ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ ഒരു ടാക്കിൾ പോലും ചെയ്യില്ലായിരുന്നു. ബിക്കോസ് ദേ നോ ദാറ്റ് ദി അറ്റാക്കർ ഇസ് നോട്ട് ഗോയിങ് എനിവെയർ. മൽദീനി ഒരു തവണ അതെ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. തോന്നുന്നു ഈവൻ നമ്മൾ ആ യൂറോ ജയിച്ച ടീമിലെ ഡിഫൻസ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു ബോണൂച്ചിയും കെലീനിയും ആയിരുന്നു തോന്നുന്നു ആ സമയത്ത് സെന്റർ ബാക്സ് ഫൈനലിൽ. ഈവൻ അപ് ടു ആ ഒരു ലെവലിലുള്ള പ്ലേയേഴ്സ് അവരുടെ ആ ഒരു അവയർനെസ് ഒക്കെ they know when to take a yellow card. If they had to take an yellow card, they'll take it. They will take it. But they wouldn't commit a reckless foul and get a red card and then jeopardize the team's chances. അപ്പൊ ആ ഒരു അവയർനെസ്സും സ്മാർട്ട്നെസ്സും ഇന്റലിജൻസും I think it's lacking a little bit, yeah. And moreover, they were in the പൗലോ game. മൽദീനയുടെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോട്ട് ഉണ്ട്. ദാറ്റ് ഹി ഹാസ് ടോൾഡ് ദാറ്റ് ഇഫ് ഐ ആം ഫോഴ്സ്ഡ് ടു ഡു എ ടാക്കിൾ ദെൻ there is some mistake in what I have done. അതായത് ഞാനൊരു ടാക്കിൾ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ there is something wrong which I have done. അപ്പം it is purely about positioning and how they have won all these days. യെസ് ആൻഡ് മോർ ഓവർ ദേ വർ ഇൻ ദ ഗെയിം. ആ റെഡ് കാർഡ് കിട്ടുന്നിടം വരെ അവര് അസെൻഡൻസിയിലായിരുന്നു. അതായത് ഈവൻ 500 ഫാൻസ് ട്രാവൽ ചെയ്തിരുന്നു ടീമിന്റെ കൂടെ ഈ ബോസ്നിയയിലോട്ട്. ഈ 500 പേർക്കും പ്രതീക്ഷ നൽകുന്ന രീതിയിലായിരുന്നു മോയിസ്കിന്റെ ആ ഗോള്. അതെല്ലാം തല്ലി തകർത്തുകൊണ്ടാണ് ഒരു ആവശ്യമില്ലാത്ത ഫൗള് കിട്ടിയതും റെഡ് കാർഡ് കിട്ടിയതും പിന്നെ കളിയിലോട്ട് അവർ തിരിച്ചു വന്നതും. ഈവൻ ഒരു സമയത്ത് ദൊണ്ണാരുമ്മ വാസ് നോട്ട് കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ മാച്ച്. ഹി വാസ് ട്രൈങ് ടു ഫൈറ്റ് വിത്ത് ദി ഓപ്പോസിഷൻ. അങ്ങനെ വരെ ഒരു പ്രഷറിലോട്ട് ഇവർ കടന്നുപോയി. പണ്ടത്തെ ഇറ്റാലിയൻ ടീം ആയിരുന്നെങ്കിൽ അങ്ങനത്തെ ഒരു പ്രഷറിലും അവർ പോകില്ല 100% നമുക്ക് ഉറപ്പാണ്. അതെ കുറെ കൂൾ ഹെഡ്സ് ഉണ്ടായിരുന്നു, കുറെ ലീഡേഴ്സ് ഉണ്ടായിരുന്നു അല്ലെ. ലീഡർഷിപ്പ് വാസ് മിസ്സിംഗ്. നമ്മള് ഭയങ്കര നമുക്കൊരു പറഞ്ഞോളൂ തോമസ് കണ്ടിന്യൂ. നമുക്ക് ഒരു നൊസ്റ്റാൾജിക് ഫീൽ ആണ് ഇവരുടെ ഈ നീണ്ടു വളർന്ന മുടിയും ഭയങ്കര ഒരു ടിപ്പിക്കൽ ഗ്രീക്ക് ഗോഡ് സ്റ്റൈൽ. 2002 വേൾഡ് കപ്പിലൊക്കെ അവരുടെ ഒരു ടീം നമുക്ക് നൊസ്റ്റാൾജിക് ആണ് ഭയങ്കരമായിട്ട്. അപ്പം അവര് വേൾഡ് കപ്പിൽ ഇല്ലാന്ന് പറയുമ്പോൾ വി ഓൾസോ മിസ് സംതിങ് എന്നുള്ളൊരു ഫീൽ ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് സാഡ് ഓൾസോ. ഈ പറഞ്ഞോട്ട് വിഷ്ണു പറഞ്ഞ പ്ലേയേഴ്സ് ഈ തൊണാലി ആണെങ്കിലും ദൊണ്ണാരുമ്മയൊക്കെ ആണെങ്കിലും ടൂർണമെന്റ് ആണ് അവർ മിസ് ഔട്ട് ചെയ്യുന്നത്. അതെ even Barella for that matter, another top player is still not played a World Cup അല്ലേ. ഞാൻ പറയുന്നു ലീഡർഷിപ്പിനെ പറ്റി പറയുമ്പോ മറ്റൊരു ലീഡർ ഹി വോണ്ട് ബി ദേർ ഇൻ ദിസ് വേൾഡ് കപ്പ്, റോബർട്ട് ലെവൻഡോസ്കി. എനിക്ക് തോന്നുന്നു 37-38 വയസ്സായി. ഐ തിങ്ക് ഇറ്റ്സ് നിയറിംഗ് 38 now. I don't see him coming back for a World Cup now. ഇന്നലെ കളി കഴിഞ്ഞ ശേഷം പോളണ്ട് സ്വീഡനോട് തോറ്റ്. അതും വളരെ ഒരു ലേറ്റ് വിന്നർ ആയിരുന്നു. വിക്ടർ ഗ്യോക്കറേസ് അടിച്ചൊരു ലേറ്റ് വിന്നറിലാണ് പോളണ്ട് എലിമിനേറ്റ് ആയത്. അപ്പൊ അത് കഴിഞ്ഞ് പുള്ളി പിച്ചിൽ നിന്ന ലെവൻഡോസ്കി ആ പിച്ചിൽ നിന്ന ഒരു മൊമെന്റ് ആണെങ്കിലും he was in tears and he was taking off his captain's armband. അപ്പൊ I wish he was there in that World Cup അല്ലെ. നമ്മള് ഈ ഒരു വേൾഡ് കപ്പും കൂടി പുള്ളിക്ക് കിട്ടിയിട്ടാണ് അദ്ദേഹം
What do you think നമ്മുടെ of നഷ്ടമാണ്. Lewandowski as a player, and how do you think that Poland ഈ വേൾഡ് കപ്പിൽ മിസ്സാകുന്നതിനെ പറ്റി? തോമസ്. തീർച്ചയായിട്ടും ലെവൻഡോസ്കി ഒരു നമ്മുടെ ഈ ജനറേഷനിൽ തന്നെ ഏറ്റവും മികച്ച ഒരു പ്ലെയർ ആണ്. അപ്പം നമുക്ക് അതെ. അദ്ദേഹത്തെ അദ്ദേഹം വേൾഡ് കപ്പിൽ ഇല്ല എന്ന് പറയുന്നത് നമ്മുടെ നഷ്ടമാണ്. മോർ ദാൻ ജസ്റ്റ് ആസ് മച്ച് ആസ് ഫുട്ബോൾ മിസ്സസ് ഹിം, എവരി ഫാൻ വിൽ മിസ് ഹിം. കാരണം നമുക്കറിയാം വെർച്വലി 2020 പുള്ളിക്കാരൻ ബാലൻഡിയോർ വരെ കിട്ടുമെന്ന് എല്ലാവരും വിചാരിച്ചിരുന്നതാണ്. ഇവൻച്വലി ഇറ്റ് വെന്റ് ടു മെസ്സി. So definitely it will be a big miss for us. Generational talent ആയിരുന്നു, and I don't think he'll be there for another World Cup. എനിക്ക് More than പറയാനുള്ളത് Poland, we'll ഒരുപക്ഷെ miss Lewandowski. യെസ് വി ആർ ഗോയിങ് ടു മിസ് ലെവാൻഡോസ്കി ഫോർ ഷുവർ. അത് മാത്രമല്ല എനിക്ക് പറയാനുള്ളത് വൺ ഓഫ് ദി മോസ്റ്റ് ലീസ്റ്റ് ഡിസേർവിംഗ് ടീംസ് ആയിരിക്കും ഒരുപക്ഷെ വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്തതിൽ സ്വീഡൻ എന്ന് പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ അവര് നേഷൻസ് ലീഗില് തേർഡ് ടയറിൽ അവര് ഒന്നാമത് ഗ്രൂപ്പിൽ ഫിനിഷ് ചെയ്തതുകൊണ്ട് ആണ് ഈ പ്ലേ ഓഫിലോട്ട് ക്വാളിഫൈ ചെയ്തത്. അതും അവര് അതിന് മുമ്പത്തെ സീസണിൽ നേഷൻസ് ലീഗിൽ രണ്ടാമത്തെ ടയറിൽ നിന്ന് റിലഗേറ്റഡ് ആയിട്ട് ആണ് മൂന്നാമത്തെ ടയറിലോട്ട് വന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അവര് ഭയങ്കര ലക്കി ആയിരുന്നു. ആൻഡ് മോർ ഓവർ അനദർ ലക്ക് ഫാക്ടർ വാസ് അവരുടെ മാച്ച് ഉക്രൈൻ്റെ നേരെയായിരുന്നു. ഉക്രൈനിൽ വെച്ച് കളി നടക്കാത്തതുകൊണ്ട് അതൊരു ന്യൂട്രൽ വെന്യൂലോട്ട് മാറ്റി. അത് നടന്നത് വലൻസിയയിലാണ്, സ്പെയിനിൽ വെച്ച്. അപ്പൊ ഇങ്ങനെ കുറെ ലക്ക് ഫാക്ടേഴ്സ് അവർക്ക് അനുകൂലമായിട്ട് വന്നു. അതിനകത്ത് വേറെ ഈ പറഞ്ഞ കൂട്ട് ഇവർ ഈ തേർഡ് ടയറിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ ലാസ്റ്റ് കളി അവർ ജയിച്ചാലേ അവർ ഫസ്റ്റ് ഫിനിഷ് ചെയ്യുള്ളായിരുന്നു. അതിൽ ഗോൾ അടിച്ചത് അലക്സാണ്ടർ ഇസാക്ക് ആണ്. അതായത് അവർ വേൾഡ് കപ്പിൽ എത്താൻ കാരണം അലക്സാണ്ടർ ഇസാക്ക് ആണ്. അലക്സാണ്ടർ ഇസാക്ക് വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് ഒരു കളി പോലും കളിച്ചിട്ടില്ല. അതാണ് ഏറ്റവും വലിയ കോമഡി ഇതിനകത്ത്. അപ്പം ലോട്ട് ഓഫ് ലക്ക് ഫാക്ടേഴ്സ് ഹാഡ് ഹെൽപ് ദം റീച്ച് ദ വേൾഡ് കപ്പ്. ആൻഡ് ആഫ്റ്റർ 2 months everybody is going to forget about all these luck factors and they will be Yes. part of the World Cup. Yes. അതെ, തീർച്ചയായിട്ടും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാനുള്ളത്, അവര് ബൗൺസ് ബാക്ക്. എനിക്ക് തോന്നുന്നു അവരുടെ ക്യാമ്പയിൻ വളരെ മോശമായിരുന്നു. ജോൺ ഡാൽ തോമാസനായിരുന്നു ആ സമയത്ത് അവരുടെ അതെ കോച്ച്. അതെ ദേ ഹാഡ് എ വെരി ഡിസപ്പോയിന്റിംഗ് റൺ. സുധീഷ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ അവരെ ഒരിക്കലും ക്വാളിഫൈ ഇല്ല എന്ന് തന്നെ വിചാരിച്ചിരുന്നതാണ്. അപ്പോഴാണ് പിന്നെ തോമാസിനെ മാറ്റി ഗ്രഹാം പോട്ടർ വന്നത്. യെസ് Somehow he managed to string together a few results, especially these last two, ഉക്രൈനെതിരെയും പോളണ്ടിനെതിരെയുള്ള ഒരു മാച്ച്. പോളണ്ട് had a very good campaign. Most of them considered Poland as favorites going into the game against യെസ് Sweden. and അപ്പോ they were playing well in the match as well. പോളണ്ട് yes, ആക്ച്വലി നല്ലോണം they were playing very കളിച്ചു well. കളി. Yeah. അപ്പോ Okay. മറ്റൊരു പ്ലെയർ Next. എനിക്ക് തോന്നുന്നു മിസ്സാവുന്നത് ഡെൻമാർക്കിന്റെ നമുക്ക് എറിക്സൺ, നമ്മുടെ മറ്റൊരു ലെജൻഡ് ക്രിസ്റ്റ്യൻ ഓഫ് ദ എറിക്സൺ. ഗെയിം എന്നൊക്കെ പറയാൻ Eriksen, പറ്റിയ Eriksen. ആളാണ്. എസ്പെഷ്യലി പ്രീമിയർ Christian ലീഗ് Eriksen. ഫാൻസ് ആയ നമുക്ക്. അതെ. അപ്പോ അദ്ദേഹവും ഈ വേൾഡ് കപ്പിൽ ഇല്ല, ഡെൻമാർക്ക് പുറത്തായിരിക്കുകയാണ്. സോ അങ്ങനെ കുറെ ബിഗ് പ്ലേയേഴ്സിനെ നമുക്ക് മിസ് ചെയ്യും ഈ വേൾഡ് കപ്പിൽ, എസ്പെഷ്യലി ഫ്രം യൂറോപ്യൻ ലീഗ്സിൽ നമുക്ക് സുപരിചിതമായിട്ടുള്ള കുറെ പ്ലേയേഴ്സ്. Speaking about നമുക്ക് legends and great players, why not നമ്മളിപ്പോൾ speak about Ronaldo and Messi? Thomas, യെസ് what's സോ happening ഇപ്പൊ with them? നമ്മൾ ഇത്രയും നേരം നമ്മള് മിസ്സായ പ്ലേയേഴ്സിനെ പറ്റി പറഞ്ഞു. ബട്ട് അവർ ബിഗ്ഗസ്റ്റ് ബ്ലെസ്സിങ്സ്, നമ്മുടെ ഈ ജനറേഷൻ നമ്മൾ ഫുട്ബോൾ കണ്ടതിൽ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് വി വെയർ ഏബിൾ ടു സീ ലൈവ് മെസ്സി ആൻഡ് റൊണാൾഡോ. അപ്പം ബെസ്റ്റ് പാർട്ട് ഇസ് ദാറ്റ് റൊണാൾഡോ ഇസ് പ്ലേയിങ് ഹിസ് 6th വേൾഡ് കപ്പ് ദിസ് ടൈം ഇൻ US. അതുപോലെ തന്നെ മെസ്സിസ് ഇൻ ടു ഹിസ് 5th വേൾഡ് കപ്പ് ക്യാമ്പയിൻ. സോ അത് ഇത്രയും മിസ്സസ് ഉണ്ടെന്ന് പറഞ്ഞാലും ബോത്ത് ഓഫ് ദം വിൽ ബി പാർട്ട് ഓഫ് ദിസ് ക്യാമ്പയിൻ. നമ്മൾ പലരും എക്സ്പെക്ട് ചെയ്തില്ല ദേ വിൽ ബി പാർട്ട് ഓഫ് 2026 ക്യാമ്പയിൻ. ബട്ട് അറ്റ്ലീസ്റ്റ് റൊണാൾഡോയുടെ കേസ് നമ്മൾ അതാ വിചാരിച്ചത്. ബട്ട് ബോത്ത് ഓഫ് ദം luckily for us will be part of the campaign. അപ്പോൾ ഇതിന്റെ ഒരു ഫ്രണ്ട്ലി മാച്ച്, ഇറ്റ് വാസ് എ വെരി ഇമോഷണൽ മൊമെന്റ്. ലയണൽ മെസ്സി, റൊസാരിയോയുടെ രാജകുമാരൻ, ലോക ഫുട്ബോളിന്റെ രാജകുമാരന്റെ ലാസ്റ്റ് മാച്ച്, പ്രോബബ്ലി ദ ലാസ്റ്റ് മാച്ച് ഇൻ അർജന്റീന അഗെയിൻസ്റ്റ് സാംബിയ. And Argentina won 5-0. As usual, the star of the match was Lionel Messi himself. അദ്ദേഹം 4ാമത്തെ മിനിറ്റിൽ ജൂലിയൻ ആൽവാരസിന് ഒരു അടിപൊളി അസിസ്റ്റ് കൊടുത്തു. അതുപോലെ തന്നെ 43rd മിനിറ്റിൽ ഒരു 1-on-1 വിത്ത് മെക്കാലിസ്റ്റർ. ഹി സ്കോർഡ് ഹിസ് ഇന്റർനാഷണൽ ഹിസ് 902nd ഇന്റർനാഷണൽ ഗോൾ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അത് സ്കോർ ചെയ്തു. വളരെ ഇമോഷണൽ ആയിരുന്നു അദ്ദേഹം. അർജന്റീനൻ മണ്ണിൽ അദ്ദേഹത്തിന്റെ പ്രോബബ്ലി ലാസ്റ്റ് ഇന്റർനാഷണൽ മാച്ച് ആയിരുന്നു നടന്നത്. ക്രൗഡ് വളരെ ഇമോഷണൽ ആയിരുന്നു, അദ്ദേഹം വളരെ ഇമോഷണൽ ആയിരുന്നു, അദ്ദേഹം കരഞ്ഞു. എല്ലാവരും അതിന്റെ കൂടെ വളരെ ഇമോഷണലായി. സോ നൗ ദ ബിഗ് തിങ് ഇസ് ഹി വിൽ ബി പാർട്ട് ഓഫ് ദ വേൾഡ് കപ്പ്. ഹീസ് എ ഡിഫെൻഡിംഗ് ചാമ്പ്യൻ. ഹി ഈസ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഡിഫെൻഡിംഗ് ചാമ്പ്യൻ ടീം. സോ ഡെഫിനറ്റ്ലി അമേരിക്ക വിൽ ബി, US and Mexico, Canada അവരാണല്ലോ ഹോസ്റ്റ്. They will be waiting for Messi to show his magic.
So the stage is all set. And obviously, when we talk about Messi, നമ്മള് കോയിന്റെ അതർ സൈഡിനെ പറ്റിയും പറയണം. CR7, he is also prepping up for the World Cup campaign. However, ഈ അടുത്ത് നടന്ന ഫ്രണ്ട്ലി മാച്ചിൽ പോർച്ചുഗൽ വേഴ്സസ് US, he missed it out because of an hamstring injury. But he will be, അത് അദ്ദേഹത്തിന് ഒരു കോഷ്യസ് അപ്രോച്ച് എടുത്തതെന്നാണ് മാർട്ടീനസ് കോച്ച് പറഞ്ഞത്. Because he wants to ensure that CR7 will be part of the World Cup campaign. So he is also prepping up for it. So again, another Messi versus CR7 duel we can see in this World Cup. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് നമ്മൾ ഇതുവരെ അവര് തമ്മിലൊരു വേൾഡ് കപ്പ് മാച്ച് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ദിസ് ഇസ് അവർ ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ചിലപ്പം വിൽ ഗെറ്റ് എ Yes. പോർച്ചുഗൽ വേഴ്സസ് അർജന്റീന ഇൻ വേൾഡ് കപ്പ് Yes, yes. ഫൈനൽസ് അല്ലെ? Oh wow. ഇതിനകത്ത് എനിക്ക് ഒരു തോന്നുന്നു knockout. വേറൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഇവര് തമ്മിലുള്ള മാച്ച് വരുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആക്കി. അതിനപ്പുറം ഇതിനകത്ത് വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കണ്ടാണ് 2022 റൊണാൾഡോ ബെഞ്ചിലൊക്കെ ഇരുന്നതും they were trying അതെ, to move ഫൈനൽ on from സെക്കൻഡ് ലാസ്റ്റ് ഗെയിമിലോ മറ്റോ അല്ലെ? yes Mm, Ah, they were trying to move, we felt like they were trying to move on from Ronaldo, and guess what He's they are back. still missing him. ഇഞ്ചുറി Yeah, വന്ന് എന്നിട്ട് പോലും പുള്ളിയുടെ സക്സസർ ആണെന്ന് പറഞ്ഞ രാമോസ്, ഐ ഡോണ്ട് തിങ്ക് ഹീസ് ലിവിംഗ് അപ് ടു ദി എക്സ്പെക്ടേഷൻ. No. അവര് പ്രതീക്ഷിക്കുന്ന അത്രയും ആ ഒരു ലെവലിൽ എത്തിയിട്ടില്ല. സോ അതാണ് റോബർട്ടോ മാർട്ടിനസ് കഴിഞ്ഞ ഇന്റർവ്യൂവിലും പറഞ്ഞത്, വി നീഡ് ഹിം ബാക്ക്, വി നീഡ് അവർ റൊണാൾഡോ ബാക്ക്, ബിക്കോസ് ഹീസ് മോർ ഫോക്കസ്ഡ് ദാൻ സോ മെനി ഫുട്ബോളേഴ്സ് ഔട്ട് ദർ, ആൻഡ് ഐ തിങ്ക് ഹി വാണ്ട്സ് ടു വിൻ എ വേൾഡ് കപ്പ് ബാഡ്ലി, ആൻഡ് ഇറ്റ് വിൽ ബി ആൻ ഇൻട്രസ്റ്റിംഗ് വേൾഡ് കപ്പ്. അതെ. രണ്ട് ഗോഡ്സ്, രണ്ടാടുകളുടെ ഒരു അവസാനമറ്റ മേൽ അല്ലെ? അതെ തീർച്ചയായിട്ടും. വിഷ്ണു പറഞ്ഞോട്ടൊരു മാച്ച് Yeah. വന്നാൽ നല്ലതായിരിക്കും ഇവര് തമ്മിലൊരു പോർച്ചുഗൽ ആ, അർജന്റീന. തീർച്ചയായിട്ടും അതൊരു ഫൈനലാണെങ്കിൽ ഒരു അടിപൊളിയായിരിക്കും. ഫൈനൽ ഈവൻ സെമി ആണെങ്കിൽ Semi, തന്നെ ഐ തിങ്ക് ഗ്രേറ്റ് കോൺടെസ്റ്റ് Knockout അല്ലെ? match. നമ്മള് ഇത് കാത്തിരുന്ന ഒരു സാധനമാണ്. നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു റിയൽ മാഡ്രിഡ് വേഴ്സസ് ബാഴ്സലോണ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ അവര് ഒന്നുകൂടെ വൺ ലാസ്റ്റ് ഡാൻസ്. One last dance. Yes. Hopefully, fingers crossed. അപ്പോൾ അടുത്ത നമുക്ക് അപ്പൊ എനിക്ക് പറഞ്ഞോളൂ വിഷ്ണു പറഞ്ഞു, കണ്ടിന്യൂ പ്ലീസ്. അല്ല, എനിക്ക് തോന്നുന്നു അതാണ് നമുക്ക് ഇന്റർനാഷണൽ റൗണ്ട് അപ്പ് അല്ലെ? ക്ലബ് ഫുട്ബോളിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ലൈക് ബിക്കോസ് വി ഹാഡ് എ ബ്രേക്ക് അല്ലെ ഡ്യൂറിംഗ് ദ ഇന്റർലൾ ആസ് ദേ സേ. എസ്പെഷ്യലി ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിനൊക്കെ ഒരു വലിയ ബ്രേക്കും കൂടിയാണ്. കാരണം FA കപ്പിലും ചാമ്പ്യൻസ് ലീഗിലും ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഒരു എക്സ്റ്റെൻഡഡ് ബ്രേക്ക് ആണ് കമ്പയർഡ് ടു അതർ ടീംസ് ലൈക്ക് ആർസനൽ ആൻഡ് ഓൾ ദോസ്. സ്പീക്കിംഗ് അബൌട്ട് പ്രീമിയർ ലീഗ്, റോബർട്ടോ ഡെസെർബി ആണ് പുതിയ സ്പേഴ്സ് മാനേജർ. 10 ദിവസം മുമ്പ് നമ്മളോട് ആരെങ്കിലും പറയുകയാണ് റോബർട്ടോ ഡെസെർബിയാണ് സ്പേഴ്സിന്റെ മാനേജർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരെ ഓടിച്ചേനെ അല്ലെ? എനിക്കൊന്ന് 10 ദിവസം മുമ്പ് ആരും വിചാരിച്ചിട്ടില്ല, ആരും പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല ഡെസെർബി ആയിരിക്കും സ്പേഴ്സിന്റെ മാനേജർ. നമുക്കറിയാം ഇഗോർ ടുഡോറിന് ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആയിരുന്നു ഓൾറെഡി ആ ടീമിനെ ഏറ്റെടുത്തപ്പോൾ. അദ്ദേഹം 7 മാച്ചിൽ 5 കളിയും തോറ്റ്, ഒരു കളി ഡ്രോയുമായി ഒരു ആശ്വാസ വിജയം അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ കിട്ടി എന്നുള്ളതല്ലാതെ വേറെ ഒരു നല്ല റിസൾട്ട് പോലും അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാൽ പോലും നമ്മൾ വിചാരിച്ചത്, നമ്മുടെ അസംഷൻ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ടോട്ടൻഹാം, നമുക്കറിയാം ഇഗോർ ടുഡോറിനെ സാക്ക് ചെയ്യുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷെ ഒരുപക്ഷെ ഒരു ഇന്ററിം മാനേജറിനെ എടുത്തിട്ട് മേ ബി ഈ സീസണിൽ എങ്ങനെയെങ്കിലും റിലഗേഷൻ അവോയ്ഡ് ചെയ്തിട്ട് നെക്സ്റ്റ് സീസണിൽ ഒരു ലോങ് ടേം Comeback. മാനേജറിനെ സൈൻ ചെയ്യുന്നതാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ ആ പ്രതീക്ഷകളെല്ലാം തകർത്തുകൊണ്ട് ഈവൻ ടോട്ടൻഹാം ഫാൻസ് പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവര് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്ത് ഡെസെർബി, എനിക്ക് തോന്നുന്നു അവര് പാരലലി മാർക്കോ സിൽവയും പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ മാർക്കോ സിൽവയെ ഫുൾഹാം വാസ് ഓൾവേസ് ഇൻ കൺട്രോൾ, ബിക്കോസ് അവർക്ക് അങ്ങനെ വിടാൻ താല്പര്യം, ഒബ്വിയസ്ലി സീസണിന്റെ ഇടയ്ക്ക് വെച്ച് വിടാൻ ഒരിക്കലും താല്പര്യപ്പെടില്ല. ആൻഡ് ദേ ഹാഡ് ദ കൺട്രോൾ ഓൺ ദാറ്റ് ഡീൽ. സോ അവരങ്ങോട്ട് അധികം മുമ്പോട്ട് പോയില്ല. അവർക്ക് മാർക്കോ സിൽവയെ ആയിരുന്നു താല്പര്യം ആക്ച്വലി. Then they started focusing on Deserbi. Deserbi is already not working because മാർസേ 2 മാസം മുമ്പ് ബാർസ ആയിട്ടുള്ള കോൺട്രാക്ട് എൻഡ് ചെയ്ത് പിരിഞ്ഞായിരുന്നു. എന്തായാലും ആദ്യം നോ പറഞ്ഞെങ്കിലും ഇവർ വൺ ഓഫ് ദി ബെസ്റ്റ് പെയ്ഡ് മാനേജേഴ്സ് ആക്കി ഡെസെർബി എടുത്തുകൊണ്ട് അദ്ദേഹത്തിനെ സ്വന്തമാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം ഒരു കോംപ്ലിക്കേറ്റഡ് ടാക്ടിക്സും ഒക്കെ ഉള്ള ഒരു മാനേജറാണ്. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ്സ് ഗോയിങ് ടു വർക്ക്. ഇറ്റ്സ് എ ബിഗ് റിസ്ക് ദാറ്റ് ടോട്ടൻഹാം ഹാവ് ടേക്കൺ ആൻഡ് ഇറ്റ്സ് എ ബിഗ് റിസ്ക് ദാറ്റ് ഡെസെർബി ഹാസ് ടേക്കൺ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു റിസ്ക് ഉള്ള ഒരു ജോബാണ് ഇട്ടിരിക്കുന്നത്. 7 മാച്ച് ഉണ്ട്. 7 മാച്ചിൽ എന്താണ് ഡെസെർബി കാണിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എനിക്ക് തോന്നുന്നത് നോ റെലഗേഷൻ ക്ലോസ് അല്ലേ? യൂഷ്വലി ഇങ്ങനെ മാനേജേഴ്സ്, ഹൈ പ്രൊഫൈൽ മാനേജേഴ്സ് ഇങ്ങനെ ഒരു റിസ്കി സാധനം എടുക്കുമ്പോൾ they will probably ask for a relegation clause. ടോട്ടൻഹാം റെലഗേറ്റഡ് ആയി കഴിഞ്ഞാൽ എന്നെ ഒരു ചെറിയ
റിലീസ് ക്ലോസ് വല്ലതും അല്ലെങ്കിൽ എനിക്ക് ഫ്രീ ആയിട്ട് വാക്ക് ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലബ്ബ് ഒരു ചെറിയ റിലീസ് ക്ലോസ് കൊടുത്തു കഴിഞ്ഞാൽ അത് പേ ചെയ്ത് എനിക്ക് പുറത്ത് വരാന്നുള്ള സാധനം. ദർ ഇസ് നോ റിലീസ് ക്ലോസ് ഓൾസോ. അപ്പോൾ ഡസ് ദിസ് മീൻ ദാറ്റ് ലൈക്ക് ഇഫ് ടോട്ടനം ചാമ്പ്യൻഷിപ്പിൽ പോവാണെങ്കിൽ Roberto De Zerbi, one of the most promising young managers in the world, will follow them to the championship? അപ്പോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. ആൻഡ് ഐ തിങ്ക് ദർ ഇസ് എ കോൺട്രവേഴ്സി ആസ് വെൽ ബിക്കോസ് ഓഫ് ഹിസ് സ്റ്റാൻസ് ഓൺ ദ ഗ്രീൻവുഡ് ഇഷ്യൂ. ഗ്രീൻവുഡിന്റെ ഇഷ്യൂവിൽ ഉള്ള പുള്ളിയുടെ സ്റ്റാൻസ് കാരണം ഓൾറെഡി എ സെക്ഷൻ ഓഫ് ഫാൻ ബേസ് ആർ നോട്ട് ഹാപ്പി. അതെ, ഞാൻ ഒരുപാട് സോഷ്യൽ മീഡിയ ഔട്ട്റേജ് കണ്ടിരുന്നു. അതായത് ഞാൻ വർഷങ്ങളായി ടോട്ടനം ഫാൻ ആണ്, ഇനിയും ഉണ്ടാവും. പക്ഷെ ഡെസേർബി ഉള്ള ഇത്രയും വർഷങ്ങൾ വാട്ട് എവർ ഇറ്റ് ഈസ്, ഐ വോണ്ട് ബി ദേർ ആസ് എ ടോട്ടനം ഫാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഗ്രീൻവുഡിനെ ഡിഫെൻഡ് ചെയ്ത ഡെസബിയുടെ കമന്റ്സ് ആണ്. ഗുഡ് ഗായ്, ഹി ഹാഡ് ടു പേ എ ബിഗ് പ്രൈസ്, അതിനുള്ള ഒന്നും ഇല്ലായിരുന്നു. ആ രീതിയിലുള്ള കുറച്ച് കമന്റ്സ് ആണ് കോൺട്രവേഴ്ഷ്യൽ ആയത്. മേ ബി ഇഫ് ഹി അപ്പോളജൈസസ് there's some scope, I don't know. But ഇംഗ്ലണ്ട് പോലൊരു സ്ഥലത്ത്, എസ്പെഷ്യലി ലണ്ടൻ ബേസ്ഡ് ക്ലബ്, ഇറ്റ്സ് ലൈക്ക് ഫാൻസ് ആർ ഗോയിങ് ടു ബി അഗെയിൻസ്റ്റ് ഹിം. പുള്ളി ഒരു 2 മിസ്റ്റേക്ക് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ, ആദ്യത്തെ 2 കളി ടോട്ടനം ജയിച്ചില്ലെങ്കിൽ the fans are going to turn on him. Even the ones who are staying neutral now, they could turn on him. Appo it's a big call. It's a very brave call that Tottenham have made. And it's a long contract also. അല്ലെ, എനിക്കൊന്ന് 5 വർഷ കോൺട്രാക്ട് ആണ്. അതെ, അത് അവർ ഇതിനു മുമ്പ് ഹയർ ചെയ്ത തോമസ് ഫ്രാങ്കിന് അവർ 3 വർഷ കോൺട്രാക്ടേ കൊടുത്തുള്ളൂ. പക്ഷെ ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അവർ ഒരു റെലഗേഷൻ ബാറ്റിലുള്ളപ്പോ if they have to pay him off, നമ്മള് അയാളെ if they have to pay him off, 5-year contracts means the payment will also be like big. അപ്പോ they put all their eggs in this basket. So for their hope, അതെ, third highest after Guardiola and Arteta, I'm guessing. ഡിസർബി എപ്പോഴും മാനേജ്മെന്റുമായിട്ട് എപ്പോഴും ഒരു വളരെ ഡിമാൻഡിങ് ആണ് ടുവേർഡ്സ് ദ മാനേജ്മെന്റ്. വാട്ട് കൈൻഡ് ഓഫ് ടാറ്റിക്സ് ഹി വാണ്ട്സ് ടു ഫോളോ, ദ കൈൻഡ് ഓഫ് പ്ലേയേഴ്സ് ഹി വാണ്ട്സ് ടു ബി ഇൻ ദ സ്ക്വാഡ്. അപ്പം അറ്റ് ദ സെയിം ടൈം ഈ നമ്മുടെ ടോട്ടൻഹാം മാനേജ്മെന്റ് ഇസ് notorious to sack people fast and get into tussle with the management etc, with the coaching staff etc. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഹൗ ഡിപ്ലോമാറ്റിക്കലി അവർക്ക് രണ്ടുപേരും കൂടെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ലോങ് ടേമിൽ ഫ്രം എ ഗെയിം പെർസ്പെക്റ്റീവ് ഇദ്ദേഹം ഒരു ലോങ് ടേമിൽ ഡെഫിനറ്റ്ലി വിൽ ബി വെരി വെരി യൂസ്ഫുൾ ഫോർ ടോട്ടൻഹാം, പ്രൊവൈഡഡ് ഹി ഗെറ്റ്സ് എ ടൈം. അതായത് ഒരു പ്രൊജക്റ്റ് ആയിട്ട് ഇപ്പം നമ്മൾ അർട്ടറ്റയെ ആർസനൽ കൊണ്ടുവന്ന പോലെ ഇമ്മീഡിയറ്റ് റിസൾട്ട്സ് നോക്കി പുള്ളിക്കാരനെ അദ്ദേഹത്തെ വെച്ചിട്ട് കാര്യമില്ല. ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ പ്രൊജക്ട്. പക്ഷേ ദ ബിഗസ്റ്റ് പ്രോബ്ലം ഇസ് ഇപ്പൊ ഈ നെക്സ്റ്റ് 7 മാച്ചസ്. ഇപ്പം ബ്രൈറ്റണിൽ എനിക്ക് തോന്നുന്നു ഹി രജിസ്റ്റർഡ് ഹിസ് ഫസ്റ്റ് വിൻ ഓൺ ഹിസ് 6th or 7th മാച്ച്, റൈറ്റ്? 6th മാച്ച്. സോ അപ്പം 6 മത്സരങ്ങൾ പുള്ളി എടുത്ത് എസ്റ്റാബ്ലിഷ് ചെയ്താൽ ദേ ആർ ഇൻ ടു ചാമ്പ്യൻഷിപ്പ്, ദേ ആർ റെലിഗേറ്റഡ്. അപ്പൊ അതൊരു വലിയ സിറ്റുവേഷൻ ആണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ ദേ കുഡ് ഹാവ് hired somebody like Sam Allardyce, who is like a റെലിഗേഷൻ ഇതിനൊരു എക്സ്പേർട്ട് ആയിട്ടുള്ളൊരു സാം അലാഡിസ് പോലെ ഒരു അതെ ദ സേവിയർ അങ്ങനെ ഒരു മാനേജറെ കൊണ്ടുവന്നിട്ട് മേ ബി ദേ കുഡ് ഹാവ് ഡൺ അവേ വിത്ത് റെലിഗേഷൻ ആൻഡ് ദെൻ ദേ കുഡ് ഹാവ് ഗോൺ ഫോർ എ ലോങ് ടേം റീപ്ലേസ്മെന്റ് ലൈക്ക് ഡിസർബി. പക്ഷെ അന്നേരം ഡിസർബി അവൈലബിൾ ആണോ ഇല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻ. സോ ഇറ്റ്സ് എ ബോൾഡ് മൂവ് ബൈ ടോട്ടൻഹാം ഹോട്ട്സ്പേഴ്സ് ആൻഡ് സീംസ് ലോങ് ടേമിൽ ഇഫ് ദേ ആർ ഏബിൾ ടു ഗെറ്റ് ഓവർ ദിസ് റെലിഗേഷൻ, ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ചോയ്സ്, വെരി വെരി ഗുഡ് ചോയ്സ്. എന്നിരുന്നാലും നമുക്ക് നോക്കാം ഇനിയും വരുന്ന ആഴ്ചകളിൽ എന്താണ് പ്രീമിയർ ലീഗിലും ഇന്റർനാഷണൽ ഫുട്ബോളിലും നടക്കാൻ പോകുന്നതെന്ന്. ഐ തിങ്ക് ഇറ്റ്സ് ദ റാപ്പ് അല്ലേ. നമ്മൾ ഒരുമാതിരി എല്ലാം കവർ ചെയ്തു. നമുക്ക് നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ അടുത്ത വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇതുകൂടെ കൂടാം ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കാൻ.